സ്നേഹമൊന്നുമില്ല. എന്തൊരു സ്നേഹം? ഇങ്ങോട്ട് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകൂ. അതങ്ങനെ തന്നെയാണ്. ജനസഭാ പരിപാടി ഇത് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. അത്രയേ ഉള്ളൂ. വേറെ ഒരു ഉദ്ദേശം. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ബൂത്ത് തലത്തിൽ ആരംഭിച്ചു ഇലക്ഷന് മുമ്പേ. ബൂത്ത് തലത്തിൽ നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. 2 വർഷമായിട്ട് ശക്തമായ പ്രവർത്തനം. ഇപ്പൊ 3 സ്ഥാനാർത്ഥികളും കൂടെ അനൗദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പൊ എങ്ങനെയാണ്? ഔദ്യോഗികമായി ഞങ്ങളത് പ്രഖ്യാപിച്ചു. അല്ല, അപ്പൊ പൊതുവിലുള്ളൊരു പ്രതീക്ഷകൾ നമ്മൾ വലിയ മാറ്റങ്ങൾ 2 തവണ പ്രധാനമന്ത്രി ഉൾപ്പെടെ എത്തി പ്രചരണം നടത്തി. എത്രത്തോളം ഒരു പ്രതീക്ഷയുണ്ട്? പ്രധാനമന്ത്രി പ്രചരണമല്ല നടത്തിയത്. അല്ല സാർ, ഒരു കാര്യമാണ് ഈ ബജറ്റ് തൃശ്ശൂർ പോലെ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്ന കർമ്മം നിർവഹിച്ചു അവകാശമുണ്ട്. അദ്ദേഹം ചെയ്യും. തൃശ്ശൂരിൽ BJPക്ക് എത്രത്തോളം സാധ്യതയുണ്ട്? അതായത് ഈ തൃശ്ശൂർ എന്നല്ല, ഇന്ത്യയിൽ എത്രത്തോളം സാധ്യതയുണ്ട്? അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് എത്ര മണ്ഡലങ്ങൾ വരും? അതിനെക്കുറിച്ച് മാത്രമേ ഇത്തവണ എന്തായാലും നമ്മൾ പിടിച്ചിരിക്കും. ബജറ്റ് കണ്ടിരുന്നോ? ബജറ്റിനെ കുറിച്ച് എന്തായിരുന്നു? ബജറ്റിന്റെ ഒരു വിലയിരുത്തൽ എന്തായിരുന്നു? ബജറ്റ് കണ്ടിരുന്നോ സുരേഷ്? സംസ്ഥാന ബജറ്റ് കണ്ടില്ല. അല്ലെ, ഈ കേന്ദ്ര പദ്ധതികൾ പലപ്പോഴും സംസ്ഥാനത്ത് കേന്ദ്രത്തിന് ക്രെഡിറ്റ് കൊടുക്കാത്തൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ശ്രദ്ധ വേണ്ടിയുള്ള സന്ദർശനങ്ങളൊക്കെ. നമുക്ക് ആരോപണങ്ങൾ അവരുടെ ആരോപണം സുപ്രീം കോടതിയിൽ ഒടിഞ്ഞു വീണു. സ്നേഹമാണല്ലോ.